നിങ്ങൾ എന്തുകൊണ്ടാണ് മോദിയോട് ഒരു ചോദ്യം ചോദിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടൊരു സമരം പോലും പറഞ്ഞതല്ലേ ആളുകൾ, ചോദിക്കുന്നതല്ലേ ആളുകൾ, എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്നുവെന്ന്? നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനൊരു മറുപടി ആയിട്ടെങ്കിലും ഒരു സമരം മരുന്നിനെങ്കിലും കാണിക്കാത്തത് എന്നൊരു ചോദ്യമാണ്. എന്താണ് അതിന് ഉത്തരം? എനിക്ക് ഇമാതിരി പറച്ചിലുകളിലൊന്നും പറയാനായിട്ട് ഉത്തരവില്ല കേട്ടോ. ഈ മോദിക്കെതിരെ CPM യുദ്ധം ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനായിട്ട് അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തെ സാമ്പത്തികമായി വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നത് കണ്ടില്ലേ വീണ? കേരളത്തെ സാമ്പത്തികമായി വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നത് കണ്ടില്ലേ? മറുപടി ഉണ്ടോ? പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കാതെ എന്റെ സമയം മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകുന്ന രീതി ശരിയല്ല. എന്റെ ഭാഗത്തുള്ള കമന്റുകൾ ഉണ്ടാകും, അതിനെ കുറിച്ച് ഉത്തരം പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ജോലി മാത്രമല്ലല്ലോ എനിക്കുള്ളത്. അല്ല, താങ്കൾ മറ്റാരും പറയുമ്പോ ഇതുപോലെ ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കുന്നില്ലല്ലോ. ചൂണ്ടിക്കാട്ടിക്കൊള്ളൂ. ഞാൻ മറ്റുള്ളവർ പറയുമ്പോൾ ഞാനൊന്നും മിണ്ടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാനുള്ള സമയം ഞാൻ തരുന്നുണ്ട്. പക്ഷെ മറു കമന്റും ഞാൻ ചിലപ്പോൾ പറഞ്ഞു വരും. താങ്കൾ കേൾക്കൂ, ഒറ്റ കാര്യം. ഇപ്പോൾ ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തെ വരിഞ്ഞു മുറുക്കി സാമ്പത്തികമായി മുന്നോട്ട് പോകാനാകാത്ത ഒരു പരിധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു. മാനദണ്ഡങ്ങൾ തിരുത്തണമെന്നാണ് CPM പറയുന്നത്. അതുപോലെ സംസ്ഥാനം പണം ചിലവാക്കിയതിനു ശേഷം മാത്രം അവർ റീഇംബേഴ്സ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് മാറ്റണം എന്നാണ് പറയുന്നത്. കടമെടുക്കാനുള്ള പരിധി അത് കുറച്ചു കാലത്തേക്ക് റിലാക്സ് ചെയ്ത് കൊടുക്കണം, നീട്ടി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ കൂടെ ആവശ്യമല്ലേ? നിങ്ങൾ അതുകൂടി ഒന്ന് ചോദിക്കണ്ടേ മോദിയോട്? നിയമങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇവിടെ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴി പണിയാനും ഹെലികോപ്റ്റർ വാങ്ങിക്കാനും മതിൽ പണിയാനും ലിഫ്റ്റ് പണിയാനും സ്വിമ്മിംഗ് പൂള് പണിയാനും നവകേരള സദസ്സിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വെറുതെ ഇന്നും ഇറക്കിയിട്ടുണ്ടല്ലോ. ഇന്നത്തെ ബജറ്റിലും പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത വർഷത്തെ നവകേരള സദസ്സ് കേരളീയത്തിനായിട്ട് 10 കോടി രൂപ. ഇവിടുത്തെ പ്രമുഖന്മാർക്ക് കേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ലക്ഷങ്ങളുടെ പൈസ ഉണ്ട് നിങ്ങളുടെ കയ്യില്. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് പെൻഷൻ തുക കൊടുക്കാൻ പൈസ ഇല്ല. ഇത്തവണ മൻറേഗയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്ന പൈസ താങ്കളോട് പറഞ്ഞതാണ്. താങ്കൾക്ക് അത് അറിയില്ല, ആ രേഖയെ കുറിച്ച് പോലും അറിയില്ല. നേരത്തെ അനിൽകുമാർ അയച്ചു തന്ന രേഖ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സർക്കാർ പോയതിനു ശേഷം, പിണറായി സർക്കാർ വന്നതിന് ശേഷം ആദ്യത്തെ 4 മാസത്തിൽ കൊടുത്ത തുക, പെൻഷന്റെ കാര്യത്തിൽ, സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ കൊടുത്ത തുക എന്നുള്ളത് നിങ്ങളുടെ കാലഘട്ടത്തിലെ 18 മാസത്തെ കൂടി ചേർത്തിട്ടാണ്. വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്നത്തെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വിഷയം ഞാൻ പറയാം. UPAയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് മൻറേഗ. ആ മൻറേഗ പറഞ്ഞ് വിമർശിച്ച പ്രധാനമന്ത്രി ഈ ബജറ്റിൽ 4459 കോടി രൂപ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ പോലും മാറ്റിവെക്കുമ്പോൾ, അതായത് 4066 കോടിയിൽ നിന്ന് 4459 കോടിയായിട്ട് അവർ വർദ്ധിപ്പിച്ചു. കേരളത്തിലെ ബാലഗോപാൽ സാറിന്റെ ബജറ്റിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റിന്റെ ഷെയർ 230 കോടി രൂപയായിരുന്നു. ഇപ്പോഴും അതേ 230 കോടി രൂപയായിട്ടാണ് ഇന്നത്തെ ബജറ്റിലും അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ഇവിടുത്തെ തൊഴിലുറപ്പിനെ അവഗണിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. എന്ത് കാരണം കൊണ്ടായാലും കാരുണ്യയില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല, അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. തൊഴിലുറപ്പിനെ നിങ്ങൾ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സകലമാന നിങ്ങൾ പരാജയപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിന്റെ ചുമലിലേക്ക് കാരണങ്ങൾ ചാരി വെച്ചുകൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ സാധിക്കും? ഓടി ഒളിക്കാൻ ഇങ്ങനെ സാധിക്കും?